കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ രേഖപ്പെടുത്തിയ ഉയർന്ന വോട്ടെടുപ്പ് ശതമാനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ആശയക്കുഴപ്പത്തിനും പുതിയ വിലയിരുത്തലുകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പൊതുവായ രാഷ്ട്രീയ വിലയിരുത്തലുണ്ടായിരുന്നു. വോട്ടെടുപ്പ് ശതമാനം ഉയർന്നാൽ അത് UDFന് അനുകൂലമാകുമെന്നും കുറയുമ്പോൾ LDFന് അനുകൂലമാകുമെന്നും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വിലയിരുത്തലിന് മുൻപത്തെ പോലെ പ്രാധാന്യമില്ല. കാരണം മൂന്നാം ശക്തിയായി BJP നേതൃത്വത്തിലുള്ള NDA മുന്നണി ശക്തമായി രംഗത്തെത്തിയതോടെ പരമ്പരാഗത ഇരട്ട മുന്നണി രാഷ്ട്രീയ സമവാക്യം മാറ്റം നേരിട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 78.27% വോട്ടെടുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി മണ്ഡലങ്ങളിൽ 80% മുകളിലാണ് പോളിംഗ്. ഇത്രയും ഉയർന്ന വോട്ടെടുപ്പ് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പ്രവണതയല്ല, മറിച്ച് ജനങ്ങളുടെ ശക്തമായ രാഷ്ട്രീയ പങ്കാളിത്തവും ഭാവിയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളും പ്രതിഫലിപ്പിക്കുന്നതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വിലയിരുത്തൽ പ്രകാരം കേരളത്തിലെ ഇരട്ട മുന്നണി രാഷ്ട്രീയം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നും അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരാനിടയുണ്ട്. ഭാവിയിൽ ഒരു വശത്ത് NDAയും മറ്റേ വശത്ത് CPM കോൺഗ്രസ് സഖ്യവും രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം നീങ്ങാമെന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കൂടാതെ മൂന്ന് മുന്നണികൾ തമ്മിൽ നടക്കുന്ന അവസാനത്തെ പ്രധാന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സാധാരണ അധികാരമാറ്റത്തിനുള്ള അവസരമായി മാത്രമല്ല സംസ്ഥാനത്തിന്റെ ഭാവി നിർണയിക്കുന്ന നിർണായക ഘട്ടമായി കാണുന്നുവെന്നും അതുകൊണ്ടാണ് വോട്ടെടുപ്പ് ശതമാനം ഉയർന്നതെന്നും അദ്ദേഹം പറയുന്നു. വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തീരുമാനം ജനങ്ങൾ എടുത്തുവെന്നതിന്റെയും സൂചനയായാണ് ഈ ഉയർന്ന പോളിംഗ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസും CPMും ചേർന്ന ഇന്ത്യ സഖ്യം നിലവിലുണ്ടെന്നും ഭാവിയിൽ അത് കേരളത്തിലും രൂപപ്പെടാനിടയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിനും CPMനും തമ്മിൽ ആശയപരമായോ പ്രവർത്തനപരമായോ വലിയ വ്യത്യാസമില്ലെന്നും അവരുടെ രാഷ്ട്രീയം, സിദ്ധാന്തം, ഭരണരേഖ എന്നിവ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരേ സ്വഭാവമാണെന്നും അദ്ദേഹം വിമർശിക്കുന്നു. ഇതിലൂടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിടയുണ്ടെന്ന സൂചനയും അദ്ദേഹം നൽകുന്നു. BJP നേതാവ് അഡ്വക്കേറ്റ് S. സുരേഷിന്റെ അഭിപ്രായത്തിൽ ഉയർന്ന വോട്ടെടുപ്പ് ശതമാനം സർക്കാരിനെതിരായ ശക്തമായ ജനവികാരത്തിന്റെ പ്രതിഫലനമാണ്. നിലവിലെ ഭരണത്തോടുള്ള അസംതൃപ്തി ജനങ്ങൾ വോട്ടിലൂടെ പ്രകടിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. കൂടാതെ SIR നടപടികൾക്കെതിരെ ഇടതും വലതും നടത്തിയ വിമർശനങ്ങൾക്കും മറുപടിയായാണ് ഈ ഉയർന്ന വോട്ടെടുപ്പുണ്ടായതെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഇടതും വലതും അല്ലാത്ത ഒരു മുന്നണി സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ അജണ്ട നിർണ്ണയിക്കുന്ന തരത്തിൽ ഉയർന്നുവരുന്ന തെരഞ്ഞെടുപ്പാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വികസിത കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചത് BJP ആണെന്നും പിന്നീട് മറ്റു മുന്നണികളും അതേ വിഷയങ്ങളെ പിന്തുടരേണ്ടി വന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കേരളം ഭരിച്ച പാർട്ടികൾക്ക് വികസനത്തെക്കുറിച്ച് വ്യക്തമായ ദിശാബോധം ഇല്ലെന്ന BJPയുടെ വിമർശനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷമായി രാജ്യത്ത് നടപ്പാക്കിയ വികസന പദ്ധതികളുടെ തുടർച്ചയായാണ് വികസിത കേരളം എന്ന ആശയം അവതരിപ്പിച്ചതെന്നും അത് വെറും മുദ്രാവാക്യമല്ലെന്നും BJP നേതാക്കൾ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് വെറും അധികാരമാറ്റത്തിനുള്ള മത്സരം മാത്രമല്ല, കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ്. ഉയർന്ന വോട്ടെടുപ്പ് ശതമാനം, ശക്തമായ രാഷ്ട്രീയ മത്സരങ്ങൾ, മൂന്നാം മുന്നണിയുടെ ഉയർച്ച എന്നിവ ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ ഒന്നാക്കി മാറ്റുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.